ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തേത് ഒരു അറബിക് ബ്രെഡ് റെസിപ്പിയാണ്, ഖമീർ ബ്രെഡ്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്കിതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മൈദ, ഈസ്റ്റ്, പഞ്ചസാര, ബേക്കിംഗ് പൗഡർ, ഏലക്ക പൊടിച്ചത്, ഉപ്പ്, സാഫ്രോൺ, പിന്നെ മിൽക്ക് പൗഡറും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ വാട്ടറിന് പകരം നിങ്ങൾക്കൊരു ഹാഫ് കപ്പ് പാല് ചേർത്താലും മതി. ഇനി അതിലേക്ക് ഒന്ന് അടിച്ചു വെച്ചിട്ടുള്ള ഒരു എഗ്ഗ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഒലിവ് ഓയിലും കൂടി, ഒലിവ് ഓയിൽ ഇല്ലയെന്ന് വെച്ചാൽ നോർമൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താലും മതി. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്ത് നമ്മളിതിനൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഡോ കുറച്ച് സ്റ്റിക്കി ആയിട്ടാണ് വേണ്ടത്. ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ഡോ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ ബ്രെഡും കുറച്ച് ഹാർഡായി പോവും. അപ്പോൾ ഒരു ചെറുതായിട്ട് സ്റ്റിക്കി ആയിട്ടുള്ള ഡോ ആണ് വേണ്ടത്. ഇനി ഈ മാവിനെ നമ്മളൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഞാനിവിടെ ഒരു ഡോ ഹുക്ക് വെച്ചിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് കൈയിട്ട് കുഴച്ചാലും മതി. നല്ല സോഫ്റ്റ് ആവണ വരെ കുഴച്ചെടുത്തതിന് ശേഷം ലേശം ഓയിൽ ഇട്ടിട്ടുള്ളൊരു പാത്രത്തിൽ നമ്മളിതിനൊരു 1 അവർ അല്ലെങ്കിൽ 1.5 hours റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. കുഴക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് നമ്മൾ മൈദക്കനുസരിച്ച് ചിലപ്പോൾ കൂടാനോ കുറയാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വെള്ളം കൂടുകയാണെങ്കിൽ ലേശം കൂടി പൊടി ഇട്ടിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാവ് അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനെ പഞ്ച് ചെയ്ത് എയറൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കൊരു 7 or 8 ഈക്വൽ സൈസുള്ള പീസസ് ആക്കി കട്ട് ചെയ്യാം. ചെറിയ ബ്രെഡാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഈ ഒരു അളവ് വെച്ച് നമുക്കൊരു 10 to 12 ബ്രെഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് നിങ്ങൾ ഉണ്ടാക്കുന്ന ബ്രെഡിൻ്റെ സൈസിനനുസരിച്ചിട്ട് നമ്പറും മാറ്റം ഉണ്ടാവും കേട്ടോ. ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്യാണ്. അതിനുശേഷം നമ്മളിതിനെ ഓരോ ബോളിലേക്ക് ഷേപ്പ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഓരോ ബോളാക്കിയതിന് ശേഷം ഇതിനെ നമ്മൾ കവർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ മാവ് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പോവും. അപ്പോൾ പരത്താനൊക്കെ പിന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഇതുപോലെ നമ്മളിതിനൊന്ന് പരത്തി എടുക്കുകയാണ്. ഓരോന്നിനെയും അത്യാവശ്യം കട്ടിയിൽ തന്നെ പരത്താൻ നോക്കുക, കാരണം ഖമീർ ബ്രെഡ് ലേശം കട്ടിയിലാണ് ഉണ്ടാവുക. ഇനി അത് പരത്തിയതിന് ശേഷം അതിനെ നമ്മൾ കവർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഡ്രൈ ആയി പോവും. ഇനിയെല്ലാം പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു എഗ് വാഷ് അല്ലെങ്കിൽ പാല് വെച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ട്രഡീഷണലി ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ വൈറ്റും ബ്ലാക്കും സെസമി സീഡ്സ് അവർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇത് നമുക്ക് പാനിൽ വെച്ചിട്ടും സാധാരണ ചുട്ടെടുക്കാം. ഞാനിവിടെ ബേക്ക് ചെയ്യണതാണ് കാണിക്കുന്നത്. 200 degrees പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് 200 degrees തന്നെയാണ് നമ്മൾ ബേക്ക് ചെയ്യണത്. അതുപോലെ എയർ ഫ്രയറിലും വെച്ചിട്ട് നമുക്കിതിനെ ചെയ്യാൻ പറ്റും. എയർ ഫ്രയർ ഒരു 200 degrees 10 minutes പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു 7 to 8 minutes വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്രെഡായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഓവൻ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ചെയ്യാം, എയർ ഫ്രയർ ആണെങ്കിൽ അല്ലെങ്കിൽ പാനിൽ വെച്ചിട്ട് ചുട്ടെടുക്കുകയും ചെയ്യാം. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഖമീർ ബ്രെഡ് സാധാരണ സെർവ് ചെയ്യണത് ഹണി, ഡേറ്റ് സിറപ്പ് അല്ലെങ്കിൽ ചീസൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.